എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മാനാമധുരയിൽ നിന്ന് ഗുഡ് മോർണിംഗ്. ഇത് നമ്മ തങ്ങിയ ലോഡ്ജിലെ ലോഡ്ജ് പേര് കറുപ്പയ്യ. ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ലേ, വൈകുന്നേരം ഇവിടെ വന്നപ്പോഴത്തേക്കും ഏതാണ്ടൊക്കെ പരിപ്പിളകി നട്ട് സ്ക്രൂ ഒക്കെ ലൂസായെന്ന് പറഞ്ഞ പോലെ ആയി. പിന്നെ ഇപ്പോൾ ചെറിയ മഴക്കോളുണ്ട്. പിന്നെ ഇവിടെ വന്ന് ടെൻ്റ് ഇടാനുള്ള റൂമൊക്കെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വലിയ പാടായിരുന്നു. അപ്പം പിന്നെ നേരെ നോക്കി ഇവിടെ കൊണ്ട് കയറി ഇതാ അവിടെ തങ്ങി. അതുകൊണ്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി. ഇനി നേരെ നമ്മൾ രാമേശ്വരം 125 കിലോമീറ്റർ അപ്പോൾ പിടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ധനുഷ്കോടി அப்புறம் ധനുഷ്കോടി அப்புறம் நாங்கள் வந்தாங்க தூத்துக்குடி கூடங்குளம் அந்த மாதிரி கன்னியாகுமரி ராம்நாடு வந்து தான் போகணும். அப்புறம் ராம்நாடு ஈஸியாக. சரிங்க, நன்றி. വിജയവാഡ. അവർ വന്നു. അങ്ങനെ രാവിലെ വിജയവാഡ, ഹൈദരാബാദ് രണ്ടിടത്തുനിന്നും ഓരോ സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചിരിക്കുകയാണ്. എനിക്കിത് പറയുമ്പോൾ ചിരി വരും കേട്ടോ. ഇതേ 2 കുത്തബ് മിനാർ. നമ്മൾ ചവിട്ടി കാലടിയിലെത്തിയ கீழப்பசாலை. கேரளாவில் தனுஷ்கோடி போகிறோம். அப்புறம் தூத்துக்குடி, கன்னியாகுமரி அந்தபடி சுற்றி போனோம். ரொம்ப நன்றி. സൂര്യൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മൾ സൗത്തിലോട്ട് പോകുന്നു. സൂപ്പർ റെഡ് പോക്കുകളൊന്ന്, പിന്നെ നീല പോക്കുകൾ. Kochi se. Hello. Muna to Teni. Okay. Then Teni to Manamadura. So we can go by cycle easily. Physically, it's painful thing right now. But we are doing. 100 kilometers we can. We become tired in the evening, but. We are usually doing cycling every day, 30-40 kilometers every day. But that is not the situation in a continuous riding, because the energy will continuously losing. Your good name? Bhaskar. Okay, I am Binoy. This is my name. Chakram Binoy. So like Kochi to Thrissur to Kozhikode to Wayanadu. Oh, you explore everything. Okay. Food is good in Madurai actually. Kerala is mainly for non-veg. Yes, veg. We are from Hyderabad, so I eat non-veg regularly, very regularly. I went to that Paragon hotel in Kozhikode. Oh. Okay, nice to meet you. Nice to meet you. Thank you. Okay, kita. അതിലേക്ക് ഏറി പോണല്ലോ. ഞാനും ബെന്നിമാഷവും പാലത്തിൽ നിഴലുകളാൽ കളം വരച്ചു കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. നൈസ് ഗായ്. ഹൈദരാബാദിനുള്ളിൽ ഇങ്ങനെ ഇടയ്ക്ക് കറങ്ങുക. ശരിക്കും എൻ്റെയൊക്കെ ഈ പ്രായത്തിൽ അതിനുള്ളൊരു പാങ്ങും ത്രാണിയും പിന്നെ ആ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നിരാശ തോന്നും. പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ ഇത്രയെങ്കിലൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റണുണ്ടല്ലോ. ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ ചത്തുപോയായിരുന്നെങ്കിലോ അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കിയേ. എന്തോ തമിഴ്നാട്ടിലും ചീവീടോ. ഹിയർ ഇസ് ദ സൗണ്ട്. അപ്പുറം മുഴുവൻ കൊക്ക്. അപ്പോൾ തവള പേടിച്ചിട്ട് കയറണതായിരിക്കും.
കോട്ടൈ, വിരുദുനഗർ, കസുംബ. താങ്ക് യു. രാവിലെ വയറ് കത്തുന്നു. കാലത്ത് ചായ കുടിച്ചപ്പം 2 വട മേടിച്ച് പാഴ്സലുണ്ട്. അന്നേരം വെള്ളം തീർന്നു പോയി. എന്തൊക്കെ പാട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റീഫില്ലിങ്ങുകൾ. രാവിലെ 7:30 ആയേ ഉള്ളൂ. സൂര്യൻ നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സ്റ്റേ ചോദിച്ച് മേടിച്ച് കിടക്കാനാണെങ്കിൽ കുഴപ്പമില്ല. തീവണ്ടി ഓ, അങ്ങനെ പോലെ നാണക്കേടൊന്നുമില്ല. ഞങ്ങൾ ഇടുക്കിക്കാർ തീവണ്ടി കണ്ടാൽ നോക്കി വെക്കും. 2 വടയും കൂടെ കഴിച്ചു. എണ്ണയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുമായിരുന്നു. ബെന്നിമാഷ ഊന്ന് പറഞ്ഞു. നമ്മുടെ കത്തിപ്പൊക്കോളും കയറ്റുക പറഞ്ഞു. എണ്ണയെല്ലാം എന്തും കരിഞ്ഞു പോകും. അമ്മാതിരി ചവിട്ടല്ലേ. ആണെങ്കിലും വയ്ക്കുന്നത് ഊർജ്ജമായി മാറിയപ്പോഴത്തേക്കും സ്വരത്തിന് വരെ ഒരു മാറ്റം വന്നിട്ടോ. ശരിക്കും എന്നാ പറയണേ, മെറ്റബോളിസം ഒക്കെ കറക്റ്റാണ് എന്ന് തോന്നുന്നു സോഫാർ. നേരെ ധനുഷ്കോടി ഇടത്തോട്ട് പരമകുടി ടൗൺ. പരമകുടിക്ക് പോരെ நம்ம ராமேஸ்வரம் ஸ்ட்ரைட்டு பைபாஸ் ரோடு தாண்டி അതാണ് പരമകുടി. 8 മണിയായുള്ളൂ. പൊള്ളിപ്പോണ വെയിലാട്ടോ. വെയിൽ നല്ല പെനിട്രേഷൻ. അതിനെ നിന്നാൽ പോയി. നിന്ന് കഴിഞ്ഞാൽ അങ്ങ് പുഴുങ്ങും. മൂവ് ചെയ്താൽ കാറ്റിന് നല്ല തണുപ്പ്. അവരെ കാത് കേൾക്കാതെ അതാ, അവർ വന്ന് കാത് കേൾക്കാതെ അതാ. இனி அப்புறம் வித்தியாசம் இருக்கு. எப்படிங்க? ஒரு நிமிஷம் பார்க்கணுமா? சரிங்க. இது எவ்வளோ சைக்கிளாங்க நீங்கள் பண்ணுறது? அப்போது நமக்கு கயட்டமெல்லாம் ஈஸியாக போட முடியும். சைக்கிள் 1 லேக் ஆகுமா? கேட்டு இருக்கு. கேட்டு வேணும். இல்லை பம்பு எல்லாமே இருக்குது, கையில் இருக்குது. இது ஹவு மச்? அதான் பண்ண 1 லேக். 1 லட்சம் சைக்கிள் இருக்கா? ஆச்சரியம் இருக்கு. ஆச்சரியம் இல்லைப்பா. அது வந்து 2 lakhs 3 lakhs 4 lakhs அப்படியெல்லாம் சைக்கிள் இருக்குது. கன்னியாகுமரி, திருவாண்டம், அந்த பக்கமாக போய் கேரளா. அப்போ நீங்கள் எப்போ? இது கேமரா. இப்போ நம்ம வீடியோ எல்லாமே ரெக்கார்ட் பண்ணிகிட்டே இருப்பேன் യൂട്യൂബിലെ ഒരു ചാനലിൽ. രാവിലെ സൂപ്പറായിട്ട് 2 നെയ് റോസ്റ്റും കഴിച്ചു. 1 നല്ല 2 നല്ല രുചിയായിരുന്നു കേട്ടോ. ടേസ്റ്റി. ഇനി വീണ്ടും നമുക്ക് വെയിലത്തേക്ക് ഇറങ്ങാം. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അവരത് മുഴുവൻ ഇതുപോലെ ബണ്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ശരിക്കും ഈ തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകൾ വന്നിട്ട് ഇതുപോലെ ഗ്രീനറിയിലേക്ക് വന്നത്. നമുക്കെന്നാ സംഭവിച്ചേ, നമ്മൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വാട്ടർ തണ്ണീർത്തടങ്ങളായിട്ടുള്ള പാടങ്ങളും ഒക്കെ വകഞ്ഞ് കീറി, കാന കീറി, റബ്ബറും വെച്ച് എല്ലാ വെള്ളം തോട്ടിലേക്ക് ചാടിച്ച്, തോട്ടിൽ നിന്ന് പുഴയെ ചാടിച്ച് ഉള്ള നേരത്തെ കടലിൽ കൊണ്ട് കലക്കി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുഴയുടെ തീർത്ത് കിടക്കുന്നവൻ ബോർവെൽ അടിക്കുക വേനൊക്കെ വെള്ളം കുടിക്കാൻ. സത്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വലിയൊരു വാട്ടർ സ്റ്റോറേജ് സംവിധാനമായിരുന്നു ഈ പാടശേഖരങ്ങൾ. ഓരോ ഉയർന്ന പ്രദേശം, അതിൻ്റെ ഇടയ്ക്ക് പാടശേഖരം. അങ്ങനെ ആയിരുന്നില്ലേ നമ്മുടെ ഇടനാടും, എന്തിനാ ഹൈറേഞ്ചിൽ പോലും അങ്ങനെ ആയിരുന്നു എന്ന് വേണേൽ പറയാം. പക്ഷെ അതെല്ലാം സാമ്പത്തികമായിട്ട് ഇക്കോണമിക്കലി നമുക്കൊരു ബൂം തന്ന സാധനമാണ് റബ്ബർ. പക്ഷെ നമ്മുടെ നാടിനെ ഒരു പരിധി വരെ നമ്മുടെ ആ ഒരു ഇക്കോസിസ്റ്റത്തെ തകർത്ത് കളഞ്ഞ ഒരു മാരണവുമാണ് റബ്ബർ. അതനുസരിച്ച് ആ മരത്തിൻ്റെ എവിടെയൊക്കെ കിളികളും ഒക്കെ കൂടുകൂട്ടി
തട്ടേക്കാട് പോകണ കൊണ്ട് ഇപ്പോൾ പക്ഷികളെ அண்ணா வணக்கம். என்ன சைக்கிள் மெக்கானிக்கா? ஆ ஷோப் இருக்கா? அதான் வேற ஊருக்கு போய் நன்னாகி கொடுக்குதா? ஷோப்பா, ரொம்ப சந்தோஷம். ஆர்டர் இருக்கு நம்மளுக்கு. அப்படியா? பழப்புல அம்பளப்புல தங்கனா சரி பொண்ணுங்க எல்லாம் என் கோட்டையும் கொல்லம் கொட்டியும் சரி கொச்சியும் சரி சரி சரி. அங்கே கார்பெண்டர் ஜோடிக்கு வந்து கார்பெண்டர் ஜோடி. தூத்துக்குடி, கன்னியாகுமரி, ட்ரிவாண்ட்ரம், அப்புறம் ஆலப்புழை வழி அப்படி அந்தபடி. என்னைக்கு போகிறப்பீங்க? இன்னைக்கு 4ஆவது நாள். 4ஆவது நாள். 4 நாள் ஆச்சு. சாரி மெக்காடி எல்லா வேலையே தெரியும். வேலை பண்ணுறேன், அடிக்கடி இங்கே வந்து போகலாமா? அதான் நல்ல. மெட்ரிக் HRCC രാമേശ്വരം 88 കിലോമീറ്റർ. രാമേശ്വരം വരെ എത്തണം എന്നാണ് പദ്ധതി. മനസ്സിലായി. നോക്കാം. വഴി നീളം ഇതുപോലെ റെസ്റ്റ് പ്ലേസുകൾ, ലോറി താവളം പോലെ പാർക്കിങ്ങിലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരുമില്ല. ഒരുപക്ഷെ ആരും അത് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. വളരെ കഷ്ടമുണ്ട്. നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ്. അതൊക്കെ എപ്പോഴും എല്ലായിടത്തും ലോക്ക്ഡ് അല്ല. ശരിക്കും നമുക്ക് അവിടെയൊക്കെ ടെൻ്റ് ഇട്ട് കിടക്കാനും അല്ലേ, അങ്ങനെ ഒരു ക്യാമ്പിംഗ് സ്പോട്ട് സംവിധാനം അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ നമുക്കും ഇല്ല. അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സർക്കാരും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ പൈസ മുടക്കിയിട്ട് അതൊക്കെ അടച്ചിട്ടിരിക്കണം. കിലോമീറ്റർ രാമേശ്വരം. நான் வந்து 55 நாங்கள் 55 அந்த ஏஜ். அந்த மாதிரி 55 எவ்வளவு எங்கே இருக்க பரவாயில்ல. அப்படி இல்லைப்பா, இது ரெகுலர் பண்ணிட்டே இருப்பேன். மனசு எந்த அளவுக்கு ஃப்ரீயாக இருக்குமா? ஏங்க இந்த ஊர் ஏதா? இது சத்திரக்குடி. சத்திரக்குடி. அப்படியா? உங்களோட பேர் என்ன சார்? ரமேஷ். ரமேஷ். ஓகே, ரொம்ப சந்தோஷம். இப்போ நான் இங்கே பார்த்து வந்தேன். எங்கே இந்த பிளாஸ்டிக் கூடு கிடைக்கிற கடையில். அப்போ இப்போ பார்த்து போகிறதுக்கு இந்த மாதிரி எல்லாம் ஐட்டம்ஸ் எல்லாம் இருக்குது. அதான் நாங்கள் இருக்குது. சம்டைம் அது தேவையான ஓரளவுக்கு உங்களுக்கு தேவையானது எனக்கு கிடைக்கும். வேறு ஏதாவது அரேஞ்ச் பண்ணி கொடுத்துருவோம். இப்போ நறுக்கிட்டு இப்போ மிஷின் நம்மகிட்ட இருக்குல்ல, அப்படி சீல் பண்ணி கொடுக்குறோம்ல. ஓகே, ரொம்ப தேங்க்ஸ், ரொம்ப தேங்க்ஸ். ஒரு ஆள் கூட மீட் பண்ணியாச்சு. யாத்திரைனா இது நம்ம மனிதனை மீட் பண்ணணும். அதான் ரொம்ப முக்கியம். இறந்த இடத்துல இருந்துக்கிட்டு அது எதையுமே சந்திக்காம ஒண்ணுமே ஆகாது. இப்ப நான் எப்போதும் யோசிக்கிறேன், இப்ப நான் 55, அப்படி நான் அங்க இருந்தா 65 75 அங்க இருந்துப்போம். எல்லாரும் அப்படிதான். நம்ம ஏதாவது காரணம் இருந்தா எவ்வளோ முடியுமோ அவ்வளோ கொஞ்சம் ட்ராவல் பண்ணுவேன். சரி சரி சரி, ரொம்ப சந்தோஷம். லுலு மாலில் கூட அந்த ஐட்டம்ஸும் கிடையாது. அவ்வளோ ஐட்டம்ஸ். உங்களுக்கு என்ன வேணும் எல்லாமே அந்த ஒற்றை ஷோப்பில் இருக்கும். ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പാലക്കാടൻ പാടത്തിൻ്റെ ഫേസ് കട്ടിൽ എന്ന് നോക്കിയേ, കരിമ്പന. മേഘമേ മാറ്റുമോ ഈ വെയിലിനെ, കാറ്റിനാൽ വേഗമായി പറന്നു വാ. സയ്യിദ് അമൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഓ, എന്നാ സുഖം. കിടന്നങ്ങ് ഉറങ്ങിയാലോ? ഒരു ആക്രി കടയാണ്, വലിയ ആക്രി ഷോപ്പ്.
ഇത് സൽമാൻ്റെ കടയിലെ ടോയ് ആണോ? അതുപോലെ നല്ല നല്ല വിശാല പാടങ്ങളാണ്. ഇതൊരു ഗുരുദ്വാര ആരോ வணக்கம். இனி அடுத்த சாப்பாடு கடை ஹோட்டல் இருக்கேன், பக்கத்தில் இருக்கேன் இருக்கேன். വർഷം 49, ധനുഷ്കോടി 68. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോഴാണ് രസം നമ്മൾ എവിടെയാണെന്നുള്ളത്. കൊണ്ടൊരു കോഴിയങ്കം നടത്തിയാലോ? ഫസ്റ്റ് ടാർഗറ്റ് ഒരു സുവർണ ക്ഷേത്രം. പാമ്പലത്തേക്ക് പോകുന്ന റെയിൽവേ ലൈൻ. ഇത് രാമേശ്വരത്തിന് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷൻ, മണ്ഡപം ക്യാമ്പ്. മണ്ഡപത്തിൽ ട്രെയിൻ കിടക്കും. വലത് സൈഡിൽ കടൽ കണ്ടേ. പെരുമാഷ കണ്ടില്ല. കടലേ നീലക്കടലേ. ഇടതും കടൽ, വലതും കടൽ. ഹായ്. അങ്ങനെ ബെന്നി മാഷ് ആദ്യമായിട്ട് പാമ്പൻ പാലത്തിലോട്ട് കയറാൻ പോകുന്നു. ഞാൻ 5ാമത് തവണ കയറാൻ പോകുന്നു. 2ാമത് തവണ സൈക്കിളും കൊണ്ട് കയറാൻ പോകുന്നു. ഇടത് സൈഡിൽ ബംഗാൾ ഉൾക്കടൽ, വലത് സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നല്ല ഈവനിങ് ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തില്ല, പിന്നെ എപ്പോഴാണ് ഷൂട്ട് ചെയ്യണേ?
തൊട്ട് കോമന്മാലത്തെ കൂടെ ചുമ്മാ സൈക്കിൾ വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ നടന്നു പോകണ്ടേ, ഫുട്പാത്തിലൂടെ കാഴ്ചയൊക്കെ ഉണ്ട്, കാറ്റൊക്കെ കൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. പയ്യപ്പ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ചെയ്യുന്ന ആൾക്ക് ലൈറ്റ് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അറിയാമോ? ബാലരാജ് ഇங்கே தானே? திருப்பூர். നാലാമത് നാൾ அங்கிருந்து கிளம்பி பரவாயில்ல சூப்பர். താങ്ക് യു. हरिद्वार टू ज्योतिर्लिंग. ज्योतिर्लिंग. I am Manoj Kumar Dixit. Yeah, I'm Binoy from Kerala. Okay. Yeah. I am 7 months 5 days riding Hello. Crazy. from Delhi. From Delhi. Yes. Okay. 12 Jyotirling 4 Dham Yatra. चढ़ता गया था. Okay. Pilgrim. Yes. Yeah, good. इधर से हम तूतुकुड़ी जाते हैं, कन्याकुमारी, त्रिवेंद्रम, ऐसा. बहुत अच्छा खुश लगा है मिलके आपसे, बहुत अच्छा लगा। आपके उसके लिए. बहुत खुश हो गया. मेरी तो खैर भेंट होती रहती है लोगों से. 4 धाम 12 ज्योतिर्लिंग वाले यात्री जो मिलते हैं वो कुछ पैदल चलते हैं. 7 महीने पूरा इंडिया में जाते हैं यार. मैं अमरनाथ, नेपाल, पशुपतिनाथ, काठमांडू सारा दर्शन करके आ गया. ये लास्ट दर्शन था. ओके. अभी सीधे वापस जाते अभी हैं. तिरुपति बालाजी, हाँ, फिर वहाँ से गंगा सागर, हाँ, फिर वहाँ से हरिद्वार, हाँ, 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 अयोध्या होते हुए. ऐसा है. അദ്ദേഹം ഇന്ത്യ ഒട്ട കറങ്ങി 7 മാസമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. दोस्तों हर हर महादेव. मुझे अभी साइकिलर मिले हुए हैं जो साइकिलिस्ट ऑलरेडी साइकिलिंग कर रहे हैं केरला से और धनुषकोडी के लिए. तो आपका शुभ नाम? मेरा नाम बिनोय. ये बेनी है. और देखिए राइडिंग कर रहे हैं मिलकर रियल में बड़ा अच्छा लगा. जैसे कि दिव्यांग होने के बाद देखिए कितना जोश है अंदर. और केरला से और कुछ केरला के कोची से और धनुषकोडी तक कंटिन्यू यात्रा कर रहे हैं. तो दोस्तों मैं महादेव से प्रार्थना करूंगा कि इनकी यात्रा मंगलमय रहे, शुभ हो. हर हर महादेव. Rakshit. He's from Bangalore.
Oh, nice. surrounding. Even we had a same plan, but we switched to Pondi because of some time constraints. Okay, okay, okay. Yeah, it's made it. Thank you very much. Yeah. പാമ്പൻ പാലത്തിലൂടെ ഒന്ന് ചുമ്മാ സൈക്കിൾ ചോട്ടാ ഈവനിങ് ചവിട്ടി വരുന്നത്. കുറച്ചൊക്കെ തിരിച്ചു പോവാ. ഇവിടെ ഒരു ആനന്ദ് ഭവൻ കണ്ടു. അവരുടെ മുറ്റത്ത് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ടെൻ്റ് ഇട്ടോട്ടെ എന്ന് ചോദിക്കാനാണ് പോകുന്നത്. സമ്മതിക്കോ നോക്കാം. പാമ്പൻ പാലത്തിൻ്റെ പക്കത്തിലെ ആനന്ദ ഭവൻ ഇതാ. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇവിടെ ടൂറിസ്റ്റ് ഹാള്, ഇതിൽ റൂമുണ്ട്, ഹോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ടെൻ്റ് ഇട്ട് കിടക്കാനാണ് ഇന്നത്തെ ഉദ്ദേശം. കാരണം ഇതാ അവിടെ അതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ്, അതിമനോഹരം. അപ്പോൾ വളരെ രസകരമായിട്ട് കൂടാ. ഇത് ടൂറിസ്റ്റ് ഹാൾ അനന്തപുരം. നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ തന്നെ പാമ്പൻ ബ്രിഡ്ജിന് തൊട്ട് അടുത്ത് തന്നെയുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹോട്ടൽ ആനന്ദഭവൻ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭക്ഷണമുണ്ട്, പിന്നെ ടോയ്ലറ്റ് സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പാറ്റേൺ സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ ടെൻ്റ് ഇട്ട് കിടന്നാലെന്ന് ആചാരം പൂർത്തിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ടെൻ്റ് ഇട്ട് കിടക്കാൻ പോവാണ്. വാഷ്റൂം ടോയ്ലറ്റ് എല്ലാം നല്ലതാണ് കേട്ടോ, നല്ല വൃത്തിയുണ്ട്. കൊള്ളാം കേട്ടോ, സൂപ്പർ വാഷ്റൂമും ഇതൊക്കെയാണ്. ഒന്ന് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഇതെവിടെ ഈ ഹോളിൽ കിടക്കാം കേട്ടോ, 100 രൂപ പെർ ഹെഡ്. അതുപോലെ നമ്മളിപ്പോൾ സഞ്ചാരികൾക്കൊക്കെ ബെസ്റ്റ് സംഭവം അല്ലേ. ഇനി ഞങ്ങൾ ടെൻ്റ് ഇടുന്ന പരിപാടി കാണിക്കണ്ടേ. നാളെ തേക്കടിയിലാണ് പോകണം. ശരിപ്പോ പഠിച്ചു കേട്ടോ, എല്ലാം സെറ്റ്. ரொம்ப എണ്ണിവാഷിരിക്കുന്ന ഇരിപ്പ് നോക്കി സെറ്റ്. സത്യത്തിൽ ഈ യാത്രയിലെ 4ാമത്തെ ദിവസത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് എന്ന് പറയുന്നത്, കാരണം ഞങ്ങളുടെ ക്യാമ്പ് സ്പോട്ടാണ്. ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ആനന്ദ് ഭവൻ്റെ മുറ്റത്ത് നമ്മളവരോട് പെർമിഷൻ എടുത്തിട്ട് ഇവിടെ കിടക്കുകയാണ്. ആ റോഡ് കാണുന്നില്ല, അതിൻ്റെ അപ്പുറത്ത് കടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന് വേറെന്താ കൂടുതൽ ഡയലോഗൊന്നും പറയാനില്ല. സന്തോഷമായിരുന്നു. കിടന്നുറങ്ങട്ടെ. അപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് വീണ്ടും പാമ്പൻ കയറി, പാമ്പന് 1/2 കിലോമീറ്റർ ഇപ്പുറമാണിത്. പാമ്പൻ കയറിയിട്ട് രാമേശ്വരം പോയി ധനുഷ്കോടി പോയിട്ട് അവിടെ എല്ലാം കറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും സന്ധ്യയാവും. അപ്പോൾ പിന്നെ നമുക്ക് തൂത്തുക്കുടി സൈഡിലോട്ട് നീങ്ങാനുള്ള സമയമില്ല, മടുക്കുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ വൈകുന്നേരം ക്യാമ്പിങ് ഇവിടെ തന്നെ ആയിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. തുടർന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂട്ടിമുട്ടാം. ഓക്കെ, ഞങ്ങളൊന്ന് കടൽക്കാറ്റേറ്റ് ഉറങ്ങാം.